നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോളെ, കാലിലെ ഫ്രാക്ചർ ഒക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഫിസിയോതെറാപ്പിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഓ, പുതിയൊരു കണ്ടുപിടുത്തം. ഇതൊക്കെ ഡോക്ടർ വഴി ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞ കാര്യമല്ലേ? എന്നിട്ട് സ്വന്തം കണ്ടുപിടുത്തം പോലെ വിളിച്ചു പറയാം. തൊലിക്കട്ടിയുള്ളവർക്ക് എന്തോ ആവാലോ. ഒന്ന് മിണ്ടാതിരിക്കോ മോളെ, മനുഷ്യ ശരീരത്തിൽ എത്ര ഞരമ്പുകളുണ്ടെന്നറിയോ? അറിയില്ല അങ്കിൾ. അപ്പോ വി ഫാർമസ്യൂട്ടിക്കലിന്റെ ഫയലുകളിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ടെന്ന് മനസ്സിലായി. അടുത്ത MLA ജഗനാണെന്നാ നാട്ടിലെ സംസാരം. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അത് ഇഷ്ടക്കൂടുതലുള്ളവരും ഒരിക്കലും അങ്ങനെ സംഭവിക്കരുതെന്ന് ആഗ്രഹമുള്ളവരും വെറുതെ പറയുന്നതാ. എന്തായാലും വന്നത് കാര്യമായി. തിരക്കിനിടയില് ഇന്നത്തെ ഫിസിയോതെറാപ്പിയുടെ കാര്യം ജഗൻ മറന്നുപോകുന്നാ ഞാൻ വിചാരിച്ചത്. 1-2 കേസുകൾ സത്യത്തിൽ ഇങ്ങനെ ഒഴിവാക്കിയിട്ട് വന്നതാ. പിന്നെ ഇവിടെ കൃത്യമായിട്ട് എത്താമെന്ന് ഞാൻ ഡോക്ടർക്ക് വാക്ക് തന്നല്ലേ. മാത്രമല്ല, ഹോസ്പിറ്റൽ കേസുകൾക്കല്ലേ നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. ഗുഡ്. മേഡം, ഫിസിയോതെറാപ്പി ചെയ്യേണ്ട പേഷ്യന്റ് വന്നിട്ടുണ്ട്. വരാൻ പറയൂ. ഓക്കെ മേഡം. നിങ്ങൾ തമ്മിൽ കാണുമ്പോ എന്തെങ്കിലും സീനാവോ? ഏയ്, എന്ത് സീൻ? ഡോക്ടർ നോക്കിക്കോ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. മോളിവിടെ ഇരിക്കെ. ഗുഡ് മോർണിംഗ് ജഗനങ്കിളേ. ഗുഡ് മോർണിംഗ് മോളെ. ഡോക്ടർക്ക് ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ് ഡോക്ടർ ആന്റി. ഗുഡ് മോർണിംഗ്. മോള് ജഗനങ്കിളിനെ അറിയോ? അറിയാം. വന്ദന, ഇത് ജഗൻ, എന്റെ ഫ്രണ്ടാണ്. പേരുകേട്ട യുവജന നേതാവാ. ധാരാളം സോഷ്യൽ സർവീസും ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വ്യക്തി എന്ന് പറയുന്നതാവും ശരി. ഞാൻ ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ ഡോക്ടർ ക്ഷമിക്കണം. ഹോസ്പിറ്റലില് സാധാരണ ഡോക്ടർമാരും രോഗികളും തമ്മിലാ ബന്ധം. ഈ പറയുന്നയാള് എന്തായാലും ഡോക്ടറല്ല. ഇനി രോഗിയാണോന്ന് അറിയാൻ വയ്യ. സാരമില്ല, ജഗനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാ ഇങ്ങനൊരു ചോദ്യം. ഒരു ഹോസ്പിറ്റലിൽ രോഗചികിത്സ മാത്രമല്ല നടക്കുന്നതെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. പലരും ജീവിതം അവസാനിച്ചു എന്ന് ഉറപ്പിച്ച ഇങ്ങോട്ട് കയറി വരുന്നത്. അവരുടെ അസുഖം ഭേദമായാലും തിരികെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നത് വലിയൊരു റിസ്കാ. അത്തരം സ്നേഹസാന്ത്വനങ്ങൾ നൽകുന്നതിലും ഫിസിയോതെറാപ്പി പോലുള്ള എക്സസൈസുകൾ ചെയ്യിപ്പിക്കുന്നതിലും ജഗന്റെ സംഭാവനകൾ വളരെ വിലപ്പെട്ടതാ. മോളുടെ ചികിത്സ ഒന്ന് തുടങ്ങിക്കോട്ടെ, അപ്പം മനസ്സിലാവും ജഗന്റെ പ്രാധാന്യം. സോറി ഡോക്ടർ, ഇവിടുത്തെ ഫിസിയോതെറാപ്പിസ്റ്റ് ലീവാണെങ്കിൽ അദ്ദേഹം ലീവ് കഴിഞ്ഞ് വന്നിട്ട് മോൾക്ക് തെറാപ്പി ചെയ്താൽ മതി. ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. വന്ദനയ്ക്ക് ഓർത്തോ സർജറിയെ കുറിച്ച് ഒരു ധാരണയില്ലെന്ന് തോന്നുന്നു. സർജറിയിലൂടെ പൊട്ടിപ്പോയൊരു ബോൺ ചേർത്ത് വെച്ച് ഫിക്സ് ചെയ്യാനേ പറ്റൂ. അത് ചികിത്സയുടെ വെറും 20% മാത്രമേ ആവുന്നുള്ളൂ. ബാക്കി 80% ഫിസിയോതെറാപ്പിയിലൂടെ മാറ്റിയെടുക്കണം. ഇവിടെ മറ്റൊരു തെറാപ്പിസ്റ്റ് ഇല്ല. ഞാനോ ജഗനോ ആണ് അത് ചെയ്യുന്നത്.
ജഗൻ ഈസ് ദ മോസ്റ്റ് എഫിഷ്യന്റ് തെറാപ്പിസ്റ്റ്. എന്താ ഡോക്ടറായ ഞാൻ പറഞ്ഞിട്ടും നിങ്ങക്ക് വിശ്വാസം വരുന്നില്ലേ? ഡോക്ടർ, വന്ദനയ്ക്ക് ഞാൻ തെറാപ്പി ചെയ്യുന്നതിൽ താല്പര്യമില്ല. മോളോട് ചോദിക്കാം. മോള് പറയട്ടെ. മോള് പറ, മോൾക്ക് ആര് തെറാപ്പി ചെയ്യണം? ഈ അങ്കിളോ ഡോക്ടർ ആന്റിയോ? ജഗൻ അങ്കിൾ. ദിയമോൾക്ക് ജഗൻ അങ്കിള് തെറാപ്പി ചെയ്താ മതി. സാധാരണ പേഷ്യൻസ് ഇപ്പൊ മോള് പറഞ്ഞതുപോലെ ജഗൻ തന്നെ തെറാപ്പി ചെയ്യണമെന്നാ പറയാറ്. ഇങ്ങനൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് ആദ്യമായിട്ടാ. പേഷ്യന്റ് എത്രയും വേഗം റിക്കവർ ചെയ്യണമെന്ന ആഗ്രഹമല്ലേ ഡോക്ടർമാർക്കുണ്ടാവൂ. വന്ദനെ, ഇപ്പൊ കൺഫ്യൂഷനൊക്കെ മാറിയില്ലേ? ഇനിയിപ്പോ ജഗന് തെറാപ്പി ചെയ്യാലോ? ഇയാൾക്ക് ഇതിലും നന്നിട്ട് ചെയ്യാൻ കഴിയുന്നത് ഗുണ്ടായിസും കൊട്ടേഷനും ഒക്കെയാണെന്ന് ഡോക്ടർക്ക് അറിയില്ലല്ലോ. നിങ്ങൾക്ക് ഇനിയും ചിന്താകുഴപ്പം മാറിയില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളൂ. ഏയ്, എനിക്കതിന് പ്രശ്നമൊന്നുമില്ല ഡോക്ടർ. എല്ലാം ഡോക്ടറുടെ ഇഷ്ടം. ജഗൻ തീരുമാനിച്ച അതേ നടക്കൂ. ഇതുപോലെ പലതും നിന്നെ കൊണ്ട് സമ്മതിപ്പിച്ചെടുക്കും ഞാൻ. എങ്കിൽ തെറാപ്പി റൂമിലേക്ക് പൊയ്ക്കോളൂ. കുട്ടി, ഒന്ന് ഒതുങ്ങി നിൽക്കോ? വാ മോളെ, നമുക്ക് പോവാം. ആ വാ. വാ വന്ദനേ. പിടിക്ക്. പിടിക്ക്. വന്ദനെ, ഡോക്ടറുടെ മുമ്പിലുള്ള നിന്റെ അഹങ്കാരമൊക്കെ ഈ ജഗൻ പൊളിച്ചടുക്കിയില്ലേ? എന്റെ കുഞ്ഞിന്റെ കാര്യമായി പോയി. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ആശ്രയിക്കാൻ നിൽക്കില്ലായിരുന്നു. മോളെ, കാലിലെ ഫ്രാക്ചറൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഫിസിയോതെറാപ്പിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഓ, പുതിയൊരു കണ്ടുപിടുത്തം. ഇതൊക്കെ ഡോക്ടർ വഴി ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞ കാര്യമല്ലേ? എന്നിട്ട് സ്വന്തം കണ്ടുപിടുത്തം പോലെ വിളിച്ചു പറയാം. തൊലിക്കട്ടിയുള്ളവർക്ക് എന്തോ ആവാലോ. വന്ദനമ്മ ഒന്ന് മിണ്ടാതിരിക്കോ? മോളെ, മനുഷ്യ ശരീരത്തിൽ എത്ര ഞരമ്പുകളുണ്ടെന്നറിയോ? അറിയില്ല അങ്കിൾ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.